masala biscuit. അപ്പോൾ ഈ മസാല ബിസ്ക്കറ്റ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോർമൽ എല്ലാ ബേക്കറീസിലും കിട്ടുന്ന മസാല ബിസ്ക്കറ്റിൻ്റെ ഒരു റെസിപ്പിയാണ്. പ്ലസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട് നിന്ന് കിട്ടുന്ന മസാല ബിസ്ക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി അറിയില്ല എങ്ങനെയാണ് എന്നുള്ള കാര്യം, ഒരു ഐഡിയ കിട്ടുന്നില്ല, ചെറിയ ഒരു ഊഹാപോഹങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചത്, നമുക്ക് നോർമൽ ഈ ബേക്കറീസിൽ നിന്ന് കിട്ടുന്ന മസാല ബിസ്ക്കറ്റിൻ്റെ റെസിപ്പീൻ്റെ കൂടെ എൻ്റെ ഈ കുറച്ച് ഡൗട്ട്സും ഊഹാപോഹങ്ങളൊക്കെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ബിസ്ക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി മസാല ബിസ്ക്കറ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. എനിക്ക് നമുക്ക് ബേക്കറീസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പെർഫെക്ഷനിൽ കിട്ടി. സോ അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം. ഐറ്റംസ് തയ്യാറാക്കാം. അതിന് 3 കപ്സ് മൈദ, ഇതുപോലത്തെ 3 കപ്പ് മൈദാപ്പൊടി, 3 കപ്പ് മൈദാപ്പൊടി, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, ഉപ്പ്, കുറച്ച് വെളുത്ത എള്ള് അല്ലെങ്കിൽ കറുത്ത എള്ളാണ് കുറച്ചും കൂടെ ആവശ്യം. എനിക്കിവിടെ കറുത്ത എള്ള് കിട്ടിയില്ല, അപ്പം വെളുത്ത എള്ള് നമുക്കൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് 100 ഗ്രാം ബട്ടറാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു 50 ഗ്രാം ബട്ടർ ആൻഡ് ഒരു 50 ഗ്രാം എണ്ണ, വെളിച്ചെണ്ണ എന്നുള്ളൊരു റേഷ്യോനാണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം 100 ഗ്രാം ബട്ടറാണ് ഈസി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കറ്റ് ഉണ്ടാവില്ല നമുക്ക് അമൂലിൻ്റെ, ഏതാണെങ്കിലും ഇതൊരു 100 ഗ്രാം ആയിരിക്കും, ഇതൊരു പാക്കറ്റ് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ പകുതി അതും പകുതി കോക്കനട്ട് ഓയിലും. ഓക്കെ, ഇത് പകുതിയല്ല, ഇതൊരു പാക്കറ്റിൻ്റെ കാൽഭാഗമാണ്. ഇനി എൻ്റെ അടുത്ത് വേറൊരു പാക്കറ്റിൻ്റെ കാൽഭാഗമുണ്ട്, അപ്പം അതൊരു ഏകദേശം ഒരു 50 ഗ്രാംസ് വരും. ഓക്കെ, ഇതിപ്പോൾ ഒരു 50 ഗ്രാം ബട്ടറാണ്. പ്ലസ് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, അതൊരു എഗെയിൻ ഒരു 50 ഗ്രാം ഉണ്ടാവും. ഓക്കെ, ഇതിനെ നമ്മൾ നല്ല രീതിയിലൊന്ന് ഇങ്ങനെയൊന്ന് ബീറ്റ് ചെയ്യുക, നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 1/2 കപ്പ് പഞ്ചസാര, കട്ടകുത്തി. ഇത് ഞാൻ പൊടിപ്പിച്ച പഞ്ചസാരയാണ്. പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അത് ബട്ടറുമായിട്ട് അങ്ങ് വേഗം മെൽറ്റ് ആയിക്കോളും. നമ്മുടെ സാധാരണ ഗ്രാനുലേറ്റഡ് ഷുഗർ ആകുമ്പോൾ അവിടെ ഇവിടെ എങ്ങനെ കട്ടകുത്തിരിക്കും. അപ്പം ഇത് വേഗം ബട്ടറുമായിട്ട് അങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. നമ്മൾ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തു, കണ്ടല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 2 മുട്ട, 2 റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ് വേണ്ടത്. 1 2. എന്തൊരു ഹാർഡാണ്. ഇനി ഇത് 2 നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചെടുക്കാം. Again mix. അപ്പോൾ നമ്മുടെ വെറ്റ് ബാറ്റർ റെഡിയായി. നെക്സ്റ്റ് നമുക്ക് മസാല റെഡിയാക്കാം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 സവോള ഇങ്ങനെ അരിഞ്ഞത്, പിന്നെ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി, വറ്റൽമുളക്,
ഞാനൊരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ 2 പീസാക്കി കട്ട് ചെയ്തിട്ടുന്നേ ഉള്ളൂ. ഇത് എരിവുള്ള വറ്റൽമുളകാണ്. മറ്റേ പിരിയൻ മുളകാണ് ആക്ച്വലി വേണ്ടത്. എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതന്നെ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് പെരുംജീരകം, പിന്നെ കുരുമുളക്, 2 ഏലയ്ക്ക. അപ്പോൾ ഇതെല്ലാം ഇടാം. അടുത്തത് കുറച്ച് ഗരം മസാല. ഞാനൊരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാല പൗഡർ, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത്. ഇനി നമുക്ക് ഇതിനൊക്കെ ചതച്ച രീതിയിലോട്ടേക്കൊന്ന് അരച്ചെടുക്കാം. അതായത് ഞാൻ ചതച്ചെടുത്തു, കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ, നല്ല രീതിയിൽ എല്ലാം ഒന്ന് ചതഞ്ഞിട്ടുണ്ട്. ഒന്നും പീസസ് ആയിട്ടില്ല, എല്ലാം ഒന്ന്. നമ്മൾ മൈദ മിക്സിൻ്റെ കൂടെ 2 സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ മറന്നു ആക്ച്വലി. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടി, 1/2 ടീസ്പൂൺ കോൺഫ്ലോർ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ വെറ്റ് ബാറ്റർ ഒന്ന് എടുത്ത് ഇവിടെ വയ്ക്കാം. അതിനകത്തോട്ടേക്ക് നമ്മൾ ചതച്ച് വെച്ചില്ലേ നമ്മുടെ ഈ മസാല ഇട്ട് കൊടുക്കാം. അതൊന്ന് ആദ്യം മിക്സ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു പിരിഞ്ഞ പരുവത്തിലോട്ടേക്ക് വരും. നമ്മൾ ആഡ് ചെയ്ത ഓരോ സാധനങ്ങൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇത് പിരിയുന്നത്. പക്ഷെ നമ്മളത് പൗഡർ ഇടുമ്പോഴും ശരിയാവും, മൈദാമാവ് ഇടുമ്പോഴേക്കും അത് ശരിയാവും. ഇനി നമുക്ക് മൈദാമാവ് ഇടാം. കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇടണ്ട, കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ആക്കാം. കുക്കീസിന് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സിന് നമ്മൾ മാവ് ഭയങ്കരമായിട്ട് കുഴയ്ക്കരുത്. അതെന്നാൽ ഒരു ഗ്ലൂട്ടൻ പുറത്തോട്ടേക്ക് വരാണ്ട് നോക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ് ഭയങ്കര ടഫായിരിക്കും, കടിച്ചാൽ പൊട്ടാത്ത ടൈപ്പ് ബിസ്ക്കറ്റായിരിക്കും. അപ്പം മാവ് നമ്മൾ ഒരുപാട് കുഴയ്ക്കാണ്ട് ശ്രദ്ധിക്കണം. ഇതൊരു കുറച്ചും കൂടെ ആവാണ്ട്, കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, നമുക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടെ മാവിടാം. ഇനി നമുക്കൊന്ന് കൈ വെച്ച് കുഴയ്ക്കാം, അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. കുറച്ചുകൂടെ നമുക്ക് പൊടിയിടാം, ഒന്നും ഒട്ടുന്നുണ്ട് കയ്യിൽ. ഇനി വളരെ കുറച്ചിട്ടാൽ മതി. മതിയാവും. ഇങ്ങനെ ഒന്ന് കവറാക്കി കൊടുത്താൽ മതി, അല്ലാണ്ട് അങ്ങ് കുഴയ്ക്കണ്ട. നമ്മുടെ ബിസ്ക്കറ്റ് ഭയങ്കര ടഫായി. ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കവറാക്കി കൊടുത്താൽ. നമ്മുടെ മസാല ബിസ്ക്കറ്റിൻ്റെ ഡോ ഇവിടെ റെഡിയായി. മാവ് പെർഫെക്റ്റായി, കണ്ടില്ലേ, ബോട്ടം ഒന്നും ഒട്ടുന്നില്ല, നമ്മുടെ കയ്യിൽ ഒട്ടുന്നില്ല. അപ്പം ഞാൻ 3 കപ്പ് എടുത്തതിൽ ഇത്രയും ബാക്കി. അപ്പം ഏകദേശം ഒരു 2.25-2.25 പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി ചെയ്താൽ മതി. ഇനി നമുക്കിതിന് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഈ ഒരു ഡോ നിങ്ങൾക്ക് ഇങ്ങനെ പൊതിഞ്ഞൊരു എന്താ പറയുക, ഒരു ബോക്സിനകത്തോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒരു പ്ലാസ്റ്റിക് ബാഗിലോ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കവർ ചെയ്ത് ഫ്രീസറിനകത്ത് വയ്ക്കാം. 1 വീക്കൊക്കെ നിങ്ങൾക്ക് ഫ്രീസറിനകത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതിന് ഒരു ഹാഫ് ആൻ അവർ ടു 15 മിനിറ്റ്സ് ബിഫോർ നിങ്ങൾ പുറത്തെടുത്ത് വെച്ചിട്ട് കുക്കീസ് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഡയറക്റ്റ്ലി ചെയ്യാനായിട്ട് പോവുകയാണ്. എപ്പോഴും ചെറിയ ബോൾസ് എടുത്താൽ മതി. നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എല്ലാം ഇടണം. അപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുക, ദെൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. കഴിഞ്ഞു, കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. അത് നമ്മൾ ബേക്കിംഗ് ട്രേയിൽ അറേഞ്ച് ചെയ്യാം.
നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു എഗ് വാഷ് കൊടുക്കണം. അപ്പോൾ ഒരു മുട്ട യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ബ്രഷ് എടുക്കുക, എല്ലാ നമ്മുടെ ബിസ്ക്കറ്റ്സിൻ്റെ മുകളിൽ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും. ഇത് ചെയ്തില്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ മുകളിലുള്ളൊരു തിളക്കം കിട്ടില്ല. അതല്ലേ, ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റിലായിട്ട് എഗ് വാഷ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് കുറച്ച് വെളുത്ത എള്ള് മുകളിൽ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. എൻ്റെ കയ്യിൽ ബ്ലാക്ക് എള്ളില്ല. ബ്ലാക്ക് എള്ളായിരിക്കും കുറച്ചുകൂടെ കാണാൻ രസം. അപ്പം ബ്ലാക്ക് എള്ളുള്ളവർ അത് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ബിസ്ക്കറ്റ്സിൽ ഞാൻ 6 വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി അങ്ങോട്ട് അടുപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അത് പൊങ്ങി വരുമ്പോഴേക്കും സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ ഇനി ഇത് ഞാനൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവയ്ക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് മസാല ബിസ്ക്കറ്റ്സ് ഇവിടെ റെഡിയായി. നല്ല ക്രിസ്പായി, ബാക്കൊക്കെ നല്ല കുക്കായി. ആ ഗ്ലേസിങ് അല്ലേ, നമ്മൾ എഗ് വാഷ് കൊടുത്തതിൻ്റെ ഗ്ലേസിങ് ആണ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് തണുക്കണം. തണുത്താൽ ഭയങ്കര തണുത്താലേ നമുക്കിതിൻ്റെ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. തണുത്തില്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ഉൾഭാഗം. അപ്പോൾ കുറച്ചുകൂടെ തണുപ്പിക്കാനായിട്ട് വയ്ക്കാം.